നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പ്രതികൾക്കെല്ലാം എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് പരോൾ നൽകുന്നു എന്നത് ഉൾപ്പെടെയുള്ള ഗൗരവമേറിയ കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതും. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ രമ, അതായത് 51 വെട്ട് കാരണം വെട്ടുകൊണ്ട് മരിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയതമ TP ചന്ദ്രശേഖരൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നും അതിന് അനുമതി നിഷേധിക്കുമെന്നും അതോടുകൂടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുമെന്നും നമുക്ക് നേരത്തെ തന്നെ ശ്രുതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. നോക്കൂ, പ്രജിത ഒരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. 51 വെട്ടേറ്റ് കിടക്കുന്ന സ്വന്തം ഭർത്താവിൻ്റെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ശരീരത്തിന് മുമ്പിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അത് കഴിഞ്ഞ് അവരെല്ലാവർക്കും പരോള് കിട്ടുന്നു, പലരും മത്സരിക്കുന്നു, പലരും മെമ്പർമാരാകുന്നു, ചെയർമാൻമാരാകുന്നു. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതായത് ഇവർ കൊലപാതകികളായാൽ, CPMൻ്റെ ആൾക്കാർ കൊലപാതകികളാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെടുകയാണെങ്കിൽ അവർക്ക് നിയമമൊന്നും നോക്കുന്നില്ല. ഇവർക്ക് തന്നെ കോടതി ഉണ്ടല്ലോ, തീവ്രത പരിശോധിക്കുന്ന കോടതി പോലെ ഇവർ തീരുമാനിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ഈ കേരളം ഇതിനെ അംഗീകരിക്കും? കാരണം നമ്മൾ പ്രതികൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കോടതി പറഞ്ഞ ആ സമയത്തിന് അവിടെ കിടക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇപ്പോൾ കാർണവർ വധക്കേസിലെ ഷെറിൻ പുറത്തിറങ്ങി. എങ്ങനെ പുറത്തിറങ്ങി? അതിനു മുമ്പ് ഈ ഇടയ്ക്ക് തന്നെ വേറൊരാൾക്ക് പരോള് കൊടുത്ത് അങ്ങേര് വന്ന് പെട്ടെന്ന് പേര് കിട്ടുന്ന അല്ലെ, 2 പേരെ കൊന്നു. ആ ചെന്താമര ആ 2 കൊച്ചുകുട്ടികളുടെ മുഖം നമ്മൾ പേടിച്ചിങ്ങനെ ഇരിക്കുന്ന മുഖം നമ്മൾ എപ്പോഴും TV കാണുന്നുണ്ട്. ഒരു അമ്മയായ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അതുപോലെ പ്രജിതയുടെ മനസ്സിൽ അത് ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ തന്നെ CPMൻ്റെ എന്താണ് ഫണ്ട് വെട്ടിപ്പ് കേസ്, രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് കേസിൽ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിനോട് ആൾക്കാർ പറയുന്നത് 51 വെട്ടായിരിക്കോ അതോ 51 കഴിഞ്ഞാൽ 52 ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരെ പിടിച്ചാലും ഇവർ പുറത്തിറങ്ങുമെന്നും ഇദ്ദേഹത്തെ വകവരുത്തുമെന്നും അദ്ദേഹത്തിന് പറയുന്നു. എനിക്ക് ഭീതിയില്ല, എന്തായാലും ജനിച്ചു, എപ്പോഴെങ്കിലും മരിക്കും, ഞാൻ അതിൽ പേടിക്കുന്നില്ല എന്ന്. പക്ഷേ ഓരോ കുത്തും കൊള്ളുമ്പോഴത്തെ വേദന എന്തിനു വേണ്ടിയിട്ട്? താൻ ജീവിതം സമർപ്പിച്ച പ്രസ്ഥാനത്തിന് എതിരെ ഒരു വാക്ക് മിണ്ടിയതിൻ്റെ ഫലമായിട്ട് അവരെ കുത്തി കൊല്ലുമ്പോൾ അവരനുഭവിക്കുന്ന വേദന. ഒറ്റ കുത്തിലും മരിക്കും സ്ഥാനത്ത് കൊള്ളുകയാണെങ്കിൽ. എന്തിന് 51 വെട്ടുകൊടുക്കണം? പക തീർക്കുകയാണ്. ഞാഞ്ഞ് വെട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അത് കൺസിഡർ ചെയ്തിട്ടാണ് കോടതി വിധിന്യായം പറയുന്നത്. മരിച്ചു, പക്ഷെ അദ്ദേഹം അപ്പോൾ അനുഭവിച്ച വേദനയും ഇത് സമൂഹത്തിനൊരു പാഠമാകണം. ഇനി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിച്ചു കഴിഞ്ഞ ഉടനെ ഇവരെ തോളിലേറ്റിക്കൊണ്ടെന്ന് ജയിലിലാക്കുന്നു. തോളിലേറ്റിക്കൊണ്ട് അവർക്ക് പരോള് കിട്ടുമ്പോൾ രക്തഹാരം അണിയിക്കുന്നു, ജയ് വിളിക്കും. അപ്പോൾ ഒരു ആവേശമാകുകയാണ് കുറേ പേർക്കെങ്കിലും. ഞാൻ ഇങ്ങനെയെങ്കിലും എൻ്റെ മുഖം കൂലിയും ഉയർത്തിയല്ലോ. അത് സഹിക്കാൻ സ്പീക്കർ പറഞ്ഞ ഒരു കാര്യം കൂടി, സ്പീക്കർ പറയുന്നത് ഈ പറയുന്ന വിഷയം ഒരു ഗൗരവമേറിയ വിഷയമേ അല്ല എന്നാണ് പറയുന്നത്. ഞാനിത് മനസ്സിൽ വിചാരിച്ചു, ധാരാളം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ കുട്ടികൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം ജയിലിൽ പോയി കിടന്നാൽ അവരുടെ എവറിത്തിങ് ഈസ് ടേക്കൺ കെയർ ഓഫ്. ഒരു പാർട്ടി വർക്കറാണെന്ന് പറയുകയും കൂടെ ചെയ്താൽ 600 എത്ര രൂപയാണ് കിട്ടുന്നത്. ഈ സാധാരണ കിട്ടില്ല. എല്ലാ കാര്യങ്ങളും കഴിയും, വീട്ടിലേക്ക് പൈസയും കിട്ടും. ആശാവർക്കർമാർക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 5 പൈസ കൂട്ടി കൊടുക്കാണ്ട ഗവൺമെൻറ്റാണ്. ആ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ വീട്ടിലിറങ്ങുമ്പോൾ അവർക്കൊരു തുക വേണ്ടേ? അല്ലെങ്കിൽ മാസം തോറും വീട്ടിലേക്ക് അയച്ചു കൊടുക്കണ്ടേ? എന്തിനാണ് അവർ ജയിലിൽ കിടക്കുന്നത് എന്നുള്ള കാര്യം ഇവർ മറക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ആലോചിച്ചു പോട്ടെ പ്രജിത, ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് ആലോചിക്കാറുണ്ട്. മേ ബി ജയിലുകൾ ഈ CPM, SFI, DYFI ആൾക്കാരെ കൊണ്ട് നിറയുന്നത് കൊണ്ടാണോ? അവർക്കൊരു ഉപജീവന മാർഗമായിട്ടാണോ ഈ തൊഴിലിൻ്റെ വേതനം കൂട്ടുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. എന്തിന് വേതനം കൊടുക്കണം? ഇവർ അവിടെ കഠിന തടവിന് വിധിക്കപ്പെട്ടവരാണ്. ഈ കഠിന തടവ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഞാൻ പലപ്പോഴും ജയിലിൽ പോയിട്ടുള്ള ഒരാളാണ്, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ. അവിടെ കഠിന തടവ് എന്ന് പറയുകയാണെങ്കിൽ മമ്മട്ടി വച്ച്
കൃഷിയിടങ്ങൾ നിരപ്പാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കഠിന തടവിൽപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത് സാധാരണ തൊഴിലുറപ്പുകാർ ചെയ്യുന്നതല്ലേ, കർഷകന്മാർ ചെയ്യുന്നതല്ലേ. കഠിന തടവെന്ന് പറഞ്ഞാൽ ഇവർ പാറയൊന്നും ഉയർത്തിക്കൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഏകാന്തവാസം കൊടുക്കുന്നില്ല. അവർ ജോളിയായിട്ടിരിക്കുന്നു, രാവിലെ പോയി ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, മുടി വെട്ടുന്നു, കിച്ചണിൽ പാകം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു വലിയ ചിന്ത എന്താണെന്നറിയാമോ? ജയിലിൽ നിന്ന് ചപ്പാത്തി അത് ഇതൊക്കെ കൊണ്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തൊഴിൽ വേതനം കൂട്ടിയത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എങ്ങനെ ഇത് മീറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ എക്സ്ചക്കറിൻ്റെ, അതായത് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആളുകളുടെ പൈസ ഇനി ഇതിലേക്കും കൂടെ വകയിരുത്തേണ്ടി വരും. അവർ ചപ്പാത്തി വിറ്റ് കിട്ടുന്നതായിരുന്നു ഇവരുടെ ഇതായിട്ട് പോയിക്കൊണ്ടിരുന്നത്, വേതനമായിട്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ 5 രൂപ എന്നുള്ളത് 10 രൂപയാക്കാൻ പറ്റുമോ? ആളുകൾ മേടിക്കില്ലല്ലോ. അപ്പോൾ ഇവർക്കുള്ള പ്രതിഫലം ഇതിൽ നിന്ന് കിട്ടില്ല. ഉടനെ നമ്മൾ ടാക്സ് പേയേഴ്സ് അത് മീറ്റ് ചെയ്തോളണം. എന്താണ് ഇവിടെ നടക്കുന്നത്? അതെ, അതുപോലെ തന്നെയാണ് ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. കാരണം സ്പീക്കർ ഇതൊരു ഗൗരവമേറിയ കാര്യമല്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ സഭയിലിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ ഇവരെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങളാണല്ലോ. ഈ ജനങ്ങൾ, അതെ, ഇലക്ഷൻ വരുന്നു, എന്നിട്ട് പോലും ഇതൊരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് പ്രതിപക്ഷവും CPM ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണ് ഇത്. നോക്കൂ പ്രജ, അത് വിടൂ. ജനങ്ങൾക്ക് പേടിയുണ്ട്. പലരും ഇവരെ പേടിച്ചിട്ടാണ് ഇവര് CPMകാർ എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ ജീവിക്കുന്ന ധാരാളം പേര് വായടിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പഴക്കുരങ്ങന്മാരില്ലേ, ഇങ്ങനെ 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 അതുപോലെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം എന്നറിയില്ല. വെട്ടടാന്ന് പറഞ്ഞാൽ വെട്ടാണ്. കാരണം അവിടെ നീതിന്യായത്തിനെ ഒന്നും നോക്കാണ്ട് ഇവരുടെ സഖാക്കന്മാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ സ്പീക്കർ ഇപ്പോൾ പറഞ്ഞു ഇത് അർഹിക്കുന്നില്ല, അടിയന്തര പ്രമേയം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അർഹിക്കുന്നില്ല? കാരണം അവിടെ പരോളിൽ പുറത്തിറങ്ങാൻ പോകുന്നത് ഇവരുടെ സഖാക്കന്മാരാണ്. അതുകൊണ്ടാണ് അവർ അർഹിക്കുന്നില്ല എന്ന് പറയുന്നത്. കൊടിസുനി എത്ര പ്രാവശ്യം പുറത്തിറങ്ങി റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള കാറുകളിൽ നടക്കുന്നു, ഇവിടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു. ഇതൊക്കെ പരോൾ പ്രതിക്ക് കിട്ടുന്ന ആനുകൂല്യമാണോ? ഒപ്പിടണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണ്ടേ? പ്രതിത, ഞാൻ കണ്ണൂർ ജയിലിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പക്ഷേ അതിൻ്റെ മറ്റേ വശം പറയാം. ഒരു അമ്മയും മകനും അച്ഛനൊരു ഭയങ്കര ഉപദ്രവിയായിരുന്നു. അച്ഛനെ കൊന്നിട്ട് അവിടെ കിടപ്പുന്നുണ്ട്. ആ സമയത്ത് മകൻ കൊച്ചുകുട്ടിയായിരുന്നു. ആ അമ്മയ്ക്ക് പരോളിൽ അപ്ലൈ ചെയ്താൽ അതിന് പുഷ് ചെയ്യാൻ ആരുമില്ല. 3 കുട്ടികൾ വേറെയുണ്ട്. അവരെ ഒന്ന് കാണുന്ന അമ്മയ്ക്ക് തോന്നില്ലേ അവരെന്താ ചെയ്ത തെറ്റ്? കുടിച്ച് മദ്യപിച്ച് വരുമ്പോൾ ആ കുഞ്ഞിനെ കംസനെ പോലെ ഇങ്ങനെ എടുത്ത് നിന്ന് ഭർത്താവിനൊരു വെട്ടി. അത് കണ്ട് മൂത്ത മകനും കൂടെ വെട്ടി. ആ അമ്മയ്ക്കും ചേട്ടനും ആ കുഞ്ഞുങ്ങളെ കാണണം തോന്നില്ലേ? അവർക്കെവിടെ പരോള്? കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ മാം പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പോൾ ഷെറിന് പരോള് കിട്ടുമ്പോൾ തന്നെ അവിടെ വിട്ടയച്ചു. അതിനു മുമ്പ് പരോൾ ഏറ്റവും അധികം പരോൾ കിട്ടിയ ഒരാളാണ് ഷെറിൻ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഇവർക്ക് ഇത് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യം കൊണ്ട് അത് ചെയ്തു പോയവരാണ്. അപ്പോൾ അവർക്ക് സ്വന്തം കുട്ടികളെ കാണാനുള്ള അവസരം പോലും ഇല്ലാതെ തള്ളി വയ്ക്കുന്ന ഇത്തരത്തിലുള്ള അപേക്ഷകൾ കൂടിയുണ്ട്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾക്ക് അവർക്ക് ഒരു രക്ഷാകർത്താവില്ല. അവര് സാധാരണ സ്ത്രീ. ശനിയാഴ്ച ഞാനൊരു ലോങ് ഡിസ്റ്റൻസ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, പിന്നെ 1-ാം തീയതിയാണ്. അപ്പം ബിവറേജസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊരു ക്യൂ ആയിരുന്നു. ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം ബിവറേജസിൽ നിന്നാണ്. 70 രൂപയുടെ വസ്തു 700 രൂപയ്ക്ക് വിൽക്കുന്നു. കുടിയന്മാർക്ക് അതൊന്നും പ്രശ്നമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ അവർ കുടിച്ചേ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഈ കുടിയന്മാരാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും TV ഓൺ ചെയ്യുമ്പോൾ കുടിച്ചു വന്ന അല്ലെങ്കിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊന്നു, ഭാര്യയെ കൊന്നു, അച്ഛനെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, എന്തൊക്കെയാണ് കാണുന്നത്? ഈ കേരളത്തിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഇതുപോലെ കുടിയന്മാരുടെ പ്രശ്നമുണ്ടോ? ഈ കുടിയന്മാർക്കും ഇവർ പരോള് കൊടുക്കും. ആരെങ്കിലും കിമ്പളം, ഞാൻ ഈ ഇടയ്ക്കായിട്ട് കുറേ ഇങ്ങനത്തെ സ്റ്റോറീസ് കാണുന്നുണ്ട്, TV യിൽ കാണുന്നുണ്ട് സീരിയലായിട്ട്. അപ്പോൾ അതിലൊക്കെ ഈ പോലീസുകാരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഇവരുടെ വീട്ടുകാർ വരുമ്പോൾ വച്ചു കൊടുത്താൽ അതിനൊരു മോചനമുണ്ട്. ഞങ്ങളുടെ തന്നെ BJPയുടെ, ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അന്ന് ഏരിയ പ്രസിഡൻ്റ് ആയിരുന്ന അദ്ദേഹം നമ്മുടെ ശബരിമല സമരത്തിൻ്റെ സമയത്ത് രഹന ഫാത്തിമയായിട്ട് ബന്ധപ്പെട്ട കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ അറസ്റ്റിലായി.
നമ്മുടെ കാക്കനാട്. അപ്പം ഞാൻ ദിവസവും പോവായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേച്ചി എനിക്ക് കുറച്ച് അണ്ടർവെയർ വേണം, ബനിയനും വേണം. ഞാൻ എന്തിനാ, ഒരു 12 എണ്ണമെങ്കിലും വേണം. ഞാൻ നിനക്കെന്തിനാ 12 അണ്ടർവെയർ? എനിക്ക് ആകെ ഇതായിപ്പോയി. അത് വേണം ചേച്ചി, അതിന്ന് കൊടുത്തില്ലെങ്കിൽ എന്നെ മറ്റ് തടവുകാർ, അത്രേ ഞാൻ പറയുന്നുള്ളൂ, എന്നെ തിരിച്ച് ശരിപ്പെടുത്തി കളയുന്നു. പിന്നെ അവിടെ കാക്കനാട് അങ്ങനെ മാക്സിന്ന് ഓരോന്നിന് 250 രൂപ 300 വിലയുള്ള സാധനം മേടിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ ആ വാർഡനോട് പറഞ്ഞു, ഈ എന്താണ് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ ജയിലുകളെന്ന് പറയുകയാണെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റ്മോസ്ഫിയറാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പേടിച്ച് വിറച്ചിരിക്കുക, ഇതില്ലാണ്ട് ഉള്ളിലേക്ക് ചെന്നാൽ ഞാൻ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പം അങ്ങനെയുള്ള ടെററൈസ്ഡ് അറ്റ്മോസ്ഫിയറും കൂടെ അവിടെയുണ്ട്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ആൾക്കാരെ ടെററൈസ് ചെയ്യാൻ പറ്റുമോ? പൈസ മേടിക്കാൻ പറ്റുമോ? അവർക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിപ്പിക്കാൻ പറ്റുമോ? അപ്പം ഇങ്ങനെയുള്ള ദാതന്മാരും കൂടെ ജയിലിലുണ്ട്. ദാതന്മാർക്ക് കുറച്ച് ബോറടിക്കുമ്പോൾ അടുത്ത ദാതയെ വയ്ക്കണ്ടേ? അപ്പോൾ അവരെ പരോളിലെടുത്ത് പുറത്തേക്കാക്കും. അപ്പോൾ അടുത്ത ദാത കയറി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പരോളിൽ ഇറങ്ങിയ ആളുടെ കല്യാണം കൂടിയില്ലേ? ഒരു കൊലക്കേസ് പ്രതിയുടെ കല്യാണം എങ്ങനെയാണ് നടത്തിയത്? നമ്മൾ കണ്ടതല്ലേ. കല്യാണം കഴിക്കാൻ ആളുണ്ടായി, അത് വേറെ കാര്യം. നമ്മളാണെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് ആലോചിക്കും, ഇല്ലേ? ഞാനാണെങ്കിലും ആലോചിക്കും, എൻ്റെ മോളാണെങ്കിലും മരുമോളാണെങ്കിൽ ഞാൻ ആലോചിക്കും, വേണോ, വേറെ എത്രയോ ആൾക്കാരില്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരുന്നാൽ മതി എന്ന്. അതിനും ആളെ കിട്ടി. പക്ഷേ ഞാൻ പറയുന്നത്, അനധികൃതമായി പരോളുകൾ കൊടുക്കുമ്പോൾ ആ മറ്റേ നിസ്സഹായരായ കുടുംബത്തിൻ്റെ അവസ്ഥ, രമയുടെ മരണം വരെ അവരുടെ മനസ്സിൽ ഇത് തപിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? ഭർത്താവ് തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് തന്നെ ആൾക്കാരുടെ കയ്യാലാണ് കൊല്ലപ്പെട്ടത്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അറിയാത്ത വ്യക്തി കൊല്ലുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ, കാശിനും എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ പിണറായി സഖാവ് തന്നെ പല കേസിലും എന്താണ് കൊലപാതക കേസുകൾ പ്രതിയായി കിടന്നിട്ടുള്ള ആളാണ്. പക്ഷേ അന്ന് നിയമം കർക്കശമായിരുന്നത് കാരണം ഇതുപോലെ അനാവശ്യമായ പരോളുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഫുൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ സഖാക്കളെ പുറത്തിറക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഈ ഔട്ട് ഓഫ് ദ ലോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പൊതുജനം പ്രതികരിക്കണം. രമയെപ്പോലെ തന്നെ വിഷമം അനുഭവിക്കുന്ന ധാരാളം രക്തസാക്ഷികൾ പാർട്ടികളിലുണ്ട്. അത് BJPയിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്. അവർക്കൊക്കെ ഉള്ള കുടുംബങ്ങൾ, അവരുടെയൊക്കെ കുടുംബങ്ങൾ രമയോടൊപ്പമാണ്. ഇങ്ങനെ അനധികൃതമായി പരോളുകൾ കൊടുക്കുവാൻ പറ്റില്ല എന്ന് വ്യക്തമായി തന്നെ വേർഡിക്റ്റ് വരണമെന്നും കൂടെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അറിയിക്കണം. ജീവപര്യന്തരം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തരമാണ്. അച്ഛൻ മരിക്കുമ്പോൾ അമ്മ മരിക്കുമ്പോൾ പുറത്ത് വരട്ടെ, അല്ലെങ്കിൽ അത് ജീവപര്യന്തരമാണ്. പുറം ലോകം കാണാതെ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.